ആത്മമിത്രം ആത്മമിത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. 56-ാമത്തെ പാഠത്തിലേക്ക് ഞാൻ വന്നു. കഴിഞ്ഞ പാഠത്തിൽ മനുഷ്യ സൃഷ്ടി മുതൽ ഏതിൽ നിന്ന് പുറത്താക്കിയവരുള്ള ഒരു ചുരുക്കം, മനുഷ്യൻ്റെ ശ്രേഷ്ഠതയാണ് ഞാൻ പറഞ്ഞത്, വീഴ്ചയും പറഞ്ഞു. അവിടുത്തെ കുടുംബജീവിതത്തിലെ നോഹയുടെ കുടുംബജീവിതവും പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ ഇനിയും പഴയതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യനിൽ നിന്ന്, പുരുഷനിൽ നിന്ന് സ്ത്രീയെ വേർതിരിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏദൻ തോട്ടത്തിലാക്കി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: സന്താന പുഷ്ടിയുള്ളവരായി തീരുവേ. അപ്പോൾ ലൈംഗിക ബന്ധം അർത്ഥാൽ അതൊരു പാപമല്ല, അത് പ്രകൃതിപരമായി മനുഷ്യന് ദൈവം നൽകിയ ദാനമാണ്. അതെങ്ങനെയാണ് അശുദ്ധിയും പാപവുമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത് കായേന്യരും ശേത്തിൻ്റെ വംശവും ഞാൻ അവസാനിപ്പിച്ചപ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞു. അവിടെ മനുഷ്യരെ പുത്രിമാർ വളരെ സൗന്ദര്യമുള്ളവരാണെന്ന് ദൈവപുത്രന്മാർ കണ്ടിട്ട് അവരുമായി ഇടപഴകി എന്ന് പറഞ്ഞാൽ അവരെ ബോധിച്ചവനെല്ലാം അവിടെ വിവാഹം കഴിച്ച് അങ്ങനെ ഒരു സങ്കരജാതി ഉണ്ടായി. അത് കുറേ പേര് പറയുന്നത് ദൂതന്മാർ അവരിൽ ആവശ്യിച്ചെന്നാണ്. അങ്ങനെ ഒരു ചിന്ത ലോകത്തിലുണ്ട്. ഇവിടെ ഭാരതീയർ ഈ എന്താ പറയുക, ഗന്ധർവവാസം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്നാൽ തിരുവെഴുത്ത് അതിന് രേഖ തരുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു ദൂതന്മാർക്ക് വിവാഹം കഴിക്കാനോ വിവാഹത്തിന് കൊടുക്കാനോ സന്തതികളെ ജനിപ്പിക്കാനോ കഴിയില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാഠം അവിടെ നിൽക്കട്ടെ. അവിടെ പറയുന്നത് ശേത്തിൻ്റെ വംശവും അതുപോലെ കായേനി വംശവും തമ്മിലെ സങ്കരത്താൽ ഉളവായ വികടജാതിയെക്കുറിച്ചാണ്. അന്ന് മല്ലന്മാരുണ്ടായിരുന്നു. മസ്തിക്ക് മല്ലന്മാരല്ല, മല്ലന്മാരുണ്ടായിരുന്നു. ആനയെ പിടിച്ചു കെട്ടുന്നവരും പാറകൾ മറിക്കുന്നവരും അതിസാഹസിക പ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. കാരണം അവർക്ക് രോഗമില്ല. അവർ രോഗം ഗ്രസിച്ചിട്ടില്ല. യാതൊരു പനിയോ തുമ്മലോ യാതൊരു രോഗവും ഇല്ലാത്തതെന്ന് വെച്ചാൽ പ്രകൃതി ശുദ്ധമാണ്. മഴയില്ല, മഞ്ഞ് മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്കമില്ല, കൊടുങ്കാറ്റില്ല, ഇടിമിന്നലില്ല, ഇങ്ങനെ യാതൊരു പുഴുവില്ല. ഇതിൽ ഈ മഞ്ഞുള്ളതുകൊണ്ട് അത്ര കീടങ്ങളൊന്നും, അനാവശ്യ കീടങ്ങളൊന്നുമില്ല. ഒന്നും നശിപ്പിക്കുന്ന പ്രകൃതിയില്ല. മൃഗത്തെ തിന്നുന്നില്ല. ആടയില പച്ചില മാത്രം തിന്ന് അവയൊക്കെ ജീവിച്ചു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ പറയുന്ന കാര്യം എന്നാൽ മനുഷ്യൻ വഷളായി. അതിന് കാരണം മനുഷ്യനിലെ പാപം ദുഷിപ്പിച്ചു. അവിടെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കണേ. ആ ഒരു വാക്യം 6-ാം അധ്യായത്തിലൊരു വാക്യത്തിന് പ്രസക്തിയുണ്ട്. ആരാണ് വഷളായതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാരാണോ വഷളായത്, അത് മനുഷ്യരാണോന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് 6-ാം അധ്യായത്തിൽ. അതിൻ്റെ 5-ാം ഭാഗത്തിൽ ഭൂമിയിൽ ആ മനുഷ്യൻ്റെ ദുഷ്ടത വിലയുന്ന അവൻ്റെ ഹൃദയവിചാരങ്ങളും നിരൂപണവും എല്ലാം എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. പിന്നെ പറയുന്നത് ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കും. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കും. അത് ദൂതന്മാരെ വഷളായ കാര്യമല്ല പറഞ്ഞു. പിന്നെ പാപം ചെയ്ത ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണെന്നാണ് കുട്ടിക്കുഴയുന്നത്. അതിന് തിരുവഴുത്തിൽ വേറെ രേഖയില്ല. ആ പാപം ചെയ്ത് മനുഷ്യരോട് പാപം ചെയ്യില്ല, ദൈവത്തോട് പാപം ചെയ്ത കാര്യമാണ്. ദൈവസന്നിധിയിൽ അനുസരണം കാണിക്കാതെ കീഴടക്കം കാണിക്കാതിരുന്ന കാര്യമാണ്. അതവിടെ ഇരിക്കട്ടെ. 2 വശം എപ്പോഴും ഉണ്ടല്ലോ, ഇരിക്കട്ടെ നമ്മുടെ വിഷയത്തിൽ. അപ്പോൾ ഈ മനുഷ്യർ രണ്ടായി തിരിഞ്ഞെന്ന് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു. ആദാം മുതൽ ശേത്തിൻ്റെ വംശം മുതൽ നോഹ വരെയുള്ള ഒരു ഗണവും കായേന്യ വംശവും. ഞാൻ അവിടെ അതൊന്നും വിവരിക്കാനിപ്പോൾ പോകുന്നില്ല. അതിലെ കായേന്യ വംശം എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചു. അവർ വലിയ വശീകരണം അവർക്കുണ്ടായിരുന്നു. ഈ ശേത്തിൻ്റെ വംശജരിൽ നോഹയെ ഒഴിച്ച് ആ തലമുറയിൽ ആരും ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം കായേന്യരാൽ പരിശീലിക്കപ്പെട്ടു, അല്ലെങ്കിൽ വശീകരിക്കപ്പെട്ട് നോഹ എന്ന നീതിപ്രസംഗിയുടെ പ്രസംഗം വിശ്വസിക്കാനോ അത് കേട്ട് അനുസരണം കാണിക്കാനോ കാണാതെ ആ ഒരു തലമുറ മുഴുവനും കായേന്യരും മാത്രമല്ല ശേത്തിൻ്റെ വംശത്തിൽ വന്ന ആളുകളും അവിശ്വാസം നിമിത്തം അവർ ജലപ്രളയത്താൽ നശിച്ചുപോയി. അവരിപ്പോൾ തടവിലാണ്. അതാണ് പത്രോസ് തടവിലുള്ള ആത്മാക്കളോട് അന്ന് നോഹ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പ്രസംഗിച്ചു, കേട്ടില്ല. ഇപ്പോഴും ക്രിസ്തുവിൻ്റെ ആത്മാവ് ഭൂമിയിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പോഴും അനേകർ വിശ്വസിക്കാതെ ഈ തടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കർത്താവ് പറഞ്ഞു, അന്ന് കർത്താവ് വന്ന കാലത്തുണ്ടായിരുന്ന ആളേക്കാൾ അവരെക്കാൾ നോഹയുടെ തലമുറയിലവർക്ക് നീതി ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ന്യായവിധിയിൽ. അപ്പോൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാനുള്ള ധാരാളം ന്യായങ്ങൾ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഇത് വിശ്വാസികളിലുണ്ട്. ഈ കാര്യങ്ങൾ, ഈ ഏകഭാര്യത്വം, വിശുദ്ധി പാലിക്കണം, ലൈംഗിക അതിക്രമങ്ങൾ പാടില്ല, ഈ പ്രേമവിവാഹങ്ങൾ പാടില്ല എന്നൊക്കെ വിശ്വാസികളോട് പറഞ്ഞാൽ അവർ പറഞ്ഞ ഇതൊക്കെ മനുഷ്യ സഹജമാണ്. നമ്മൾ പ്രസംഗിക്കുന്ന ഉപദേശം, പറ്റുചേരൽ ഉപദേശമൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഇതൊക്കെ മനുഷ്യ സഹജമാണ്, മനുഷ്യന് ദൈവം വെച്ചിട്ടുള്ളതാണ്. ഒരുത്തിനെ ഇഷ്ടമല്ലെങ്കിൽ വേറൊരുത്തിയെ കെട്ടാം, ഒരുത്തിനെ ഇഷ്ടമല്ലെങ്കിൽ മറ്റത്തിനെ കെട്ടാമെന്നൊക്കെ മനുഷ്യ സഹജമാണെന്ന് പ്രസംഗിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള അങ്ങനെ കൂട്ടങ്ങളുള്ള സഭകളും വേർപാടുകാർക്ക് തന്നെയുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിവരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ അനീതിയിൽ നിന്നൊക്കെ വേർതിരിക്കാൻ ദൈവം ഒരു കാര്യം ചെയ്തു. ആ വഷളായ തലമുറയെ നോഹയൊഴിച്ച് എല്ലാവരെയും അവിടെ നശിപ്പിച്ചു. എന്നാൽ മനുഷ്യനിൽ പാപമുള്ളതുകൊണ്ട് ഈ നോഹ എന്ന് പറയുന്നത് അത്ര നീതിപ്രസംഗിയായ അതിവിശുദ്ധനായ ദൈവം മാനിക്കുന്നില്ല. ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തും നോഹയെക്കുറിച്ച് ആരും കുറ്റം പറയുന്നില്ല, ഞാനും പറയുന്നില്ല. പക്ഷേ പുള്ളിയും വീഞ്ഞു കുടിച്ചപ്പോൾ വിവരക്കേട് വന്നു പോയെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. വഷളാകുന്നത് ആർക്കും വഷളാവുന്ന സാരം. അപ്പോൾ ആദാം മാത്രമല്ല, പാപം ചെയ്താൽ ആരും വഷളാവുമെന്ന് ഞാൻ ആ പറഞ്ഞതിൻ്റെ പൊതുതത്വം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ, അപ്പോൾ ഈ മനുഷ്യനെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ച് കുടുംബസ്ഥനായി. നോഹയുടെ തലമുറ വരികപ്പോഴും ഷേം, ഹാം, യാപ്പേത്ത്, അല്ലെങ്കിൽ ഷേം, ഹാമാണ് ഇളയ മകൻ ഹാമിനെ കുറിച്ച് പറയുന്നത്. അവിടെ ആദ്യം പറഞ്ഞത് ഷേം, ഹാം, യാപ്പേത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ 3 പേരുടെയും തലമുറകളാണ് ലോകത്തിലുള്ള മനുഷ്യവർഗം മുഴുവനെന്ന്. അത് നമുക്ക് മനസ്സിലാകും. ഷേമരെന്ന് പറഞ്ഞത് ഇസ്രയേൽ ഉൾപ്പെടെ മധ്യപ്രദേശത്തുള്ള അറബികൾ, എല്ലാ അറബികളും അല്ല. പിന്നെ യാഫേത്തരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും മധ്യപ്രദേശങ്ങളിലും മംഗോളിയൻ പ്രദേശത്തുള്ള ജനങ്ങൾ. അതിനകത്ത് ഇന്ത്യയിലും ധാരാളം പേരുണ്ട്. മറാഠികളും മറ്റും അതിൽപ്പെട്ടവരാണ്. ബ്രാഹ്മണരും ആര്യന്മാരെന്നൊക്കെ പറഞ്ഞ് യാഫേത്തരിൽപ്പെട്ടവരാണ്. ഈ ഷേമരെന്ന് പറയുന്നത് ആഫ്രിക്കൻ ജനതയും അതിലുൾപ്പെടെയുള്ള ആഫ്രിക്കയുടെ പൊട്ടിപ്പിരിഞ്ഞ് വന്ന് ഇന്ത്യയിൽ വന്ന ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ തന്നെ അതിൽപ്പെട്ട ഈ 3ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഭജിക്കപ്പെട്ട ആളുകൾ വിഭജിക്കപ്പെട്ടവരുടെ സന്താന വ്യാപ്തി, ഈ രസകരമായൊരു കാര്യം, ഈ എവിടെയെല്ലാം അത്യുഷ്ണമുണ്ടോ അവിടെല്ലാം സന്താന പരമ്പര പെരുകിയിട്ടുണ്ട്. അതിനൊന്നും കാരണം ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഇപ്പോൾ എൻ്റെ സമയമല്ല. ഏതായാലും ഒരു വസ്തു ശരിയാണ്. ഇങ്ങനെ മനുഷ്യൻ പെരുകട്ടെ എന്ന് ദൈവം പറഞ്ഞു. അത് 2 അവസ്ഥയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാം അധ്യായത്തിലെ നോഹയ്ക്ക് വീണ്ടും ദൈവം വാഗ്ദത്തം നൽകുന്നിടത്ത് പറയുന്നൊരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെയും പറയുന്നുണ്ട്, ദൈവം നോഹയെ അവൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു, അവരോട് അത് ചെയ്തു നിന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. അപ്പോൾ ഇതൊരു 2ാം അനുഗ്രഹമാണ്. എന്നിട്ടും ഇന്ന് ലോകത്തിൽ കാണുന്ന 800-ൽ പരം കോടി ജനങ്ങളും നോഹയ്ക്ക് കൊടുത്ത വാഗ്ദത്തപ്രകാരം, ദൈവം കൊടുത്ത വാഗ്ദത്തപ്രകാരം ഉണ്ടായ ആളുകളാണ്. എന്നാൽ ഈ ആളുകളെല്ലാം ദൈവത്തെ അനുസരിക്കുന്നില്ല. അങ്ങനെ ദൈവത്തെ അനുസരിക്കുവാൻ മനുഷ്യർ കഴിയാതിരിക്കുന്നവരെ എല്ലാവരും പാപികളായതുകൊണ്ടാണ്. പാപിക്ക് ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ കഴിയില്ല. ദൈവത്തെ അനുസരിക്കുവാൻ ഇനി മനുഷ്യർക്ക് കഴിയുന്ന ഒരു വ്യവസ്ഥിതി ദൈവം കൊണ്ടുവന്നതാണ്. തൻ്റെ പുത്രനെ മനുഷ്യനായ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യർക്ക് കൊടുത്ത എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുവാൻ, ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അനുസരിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അതിനാണ് ന്യായപ്രമാണം കൊടുത്തത്. ന്യായപ്രമാണത്തിന് 10 കൽപ്പന, ഉപകൽപ്പനയായ 612-13 കൽപ്പനകളും. ആ കൽപ്പനകൾ അനുസരിക്കുവാൻ മനുഷ്യൻ പാപി ആയിരിക്കുന്നിടത്തോളം കാലം അസാധ്യമാണ്. അത് സാധ്യമല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്, ഒരു മനുഷ്യൻ ന്യായപ്രമാണം മുഴുവനും തികച്ച ശേഷം ഒന്നിൽ തെറ്റിയ സകലത്തിലും കുറ്റക്കാരനായി തീരും. അപ്പോൾ തന്നെ പൗലോസ് അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ്, പാപമോചനം തരുന്നതല്ല. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ കാര്യം സഭാകാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ, ഇന്ന് സഭയിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ ദൈവം ഒന്നാമത് ചെയ്ത കാര്യം മനുഷ്യനിൽ നിന്ന് ഒരു പാപവിമോചകനെ ഒരുക്കുകയാണ് ദൈവം ചെയ്തത്. ആ കാര്യമാണ് ഗലാത്യർ
4 മുതലുള്ള ഭാഗത്ത് വായിക്കും. കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കും. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് നൽകാനായിട്ട്. അങ്ങനെയാണ് പുത്രൻ. അബ്ബാ പിതാവേ എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ അർത്ഥം പാരമ്പര്യമില്ലാത്ത പിതൃത്വമാണ് വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ളത്. ആദാമിൻ്റെ പാരമ്പര്യം അല്ല അത്. ആദാമിന് അപ്പനില്ല. ആദാമിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാഠത്തിൽ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: ആദാം ദൈവത്തിൻ്റെ മകനെന്നാണ്. ആദാമിന് വല്യപ്പനില്ല. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ച്, അങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചു, അങ്ങനെയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട് അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവത്തിൽ, ആ ദൈവത്തിലിന് ദൈവം ഒഴികെ മറ്റു പിതൃത്വമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചു, ദൈവത്തിന് വല്യപ്പനില്ല. അങ്ങനെയുള്ളൊരു വല്യപ്പനില്ല, അപ്പൻ മാത്രമേ ഉള്ളൂ. ദൈവം പിതാവായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ അനുസരിക്കുന്ന പുത്രത്വമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പുത്രത്വമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റേത് എന്ന് പറഞ്ഞാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവാണ്. യേശുക്രിസ്തു പിതാവേ എന്ന് വിളിച്ചത്. അപ്പൻ്റെ അപ്പൻ കർത്താവിനില്ല ആ നിലയിൽ. യോസേപ്പിൻ്റെ അപ്പൻ്റെ കാര്യമല്ല പറഞ്ഞത്. മറിയയിൽ നിന്ന് യേശു ജനിച്ചതിനാൽ യേശുവിന് അപ്പൻ്റെ അപ്പനില്ല, ദൈവത്തിൽ ജനിച്ചതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ്. എന്നുവെച്ചാൽ മറിയയിൽ മനുഷ്യനായി വന്നപ്പോൾ തൻ്റെ മനുഷ്യത്വത്തിൽ നേരിട്ട് ദൈവത്തിൽ ജനിച്ചെന്ന് അവിടെ പറഞ്ഞത്. എന്നാൽ അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് താൻ വരികയും ചെയ്തു. അപ്പോൾ അതിനകത്തെ മനുഷ്യത്വം ഞാനവിടെ ഈ പാഠം പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചാൽ ജൈവജനം കേൾക്കണം. ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന വലിയ കൂട്ടം ആളുകൾ വിവിധ തരത്തിലും ഇതിൽ മിക്കവാറും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് കാണിച്ച് ജനത്തെ പ്രകമ്പനം കൊള്ളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അനുകരിക്കുന്നവരാണ്. യേശുക്രിസ്തുവിനെ അവർ അനുകരിക്കുന്നത് തൻ്റെ മനുഷ്യത്വമല്ല. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വമാണ് നമുക്ക് അനുസരിക്കേണ്ടത്. ദൈവത്വം ആരാധിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം മനുഷ്യത്വം അനുസരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൽ, തൻ്റെ മനുഷ്യത്വത്തിലെ പുത്രത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ പുത്രത്വത്തിൽ എങ്ങനെയാണ് യേശുക്രിസ്തു ദൈവത്തെ അനുസരിച്ചെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഇത് ഞാനിങ്ങനെ പറഞ്ഞ് ഈ പാഠം അവസാനിപ്പിക്കാം. ഒരു കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവർ ആ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി തങ്ങൾ ആരാണെന്ന് തങ്ങൾക്ക് ബോധ്യമില്ലാത്തൊരവസ്ഥയിൽ ഒരു അളവിൽ ജനം എത്തിച്ചേർന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനം ഓർക്കേണ്ടത്, നാം മടങ്ങി വന്ന് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ എങ്ങനെ ദൈവത്തെ അനുസരിച്ചു എന്ന് പഠിക്കണം. അതിനാണ് ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം പഠിച്ചെങ്കിൽ മാത്രമേ, ക്രിസ്തു എങ്ങനെയാണ് ദൈവത്തെ അനുസരിച്ചത് എന്ന് പഠിച്ചാൽ മാത്രമേ ക്രിസ്തുവിനെ അനുസരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് അവിടെ ഞാൻ കുടുംബജീവിതത്തിൻ്റെ കാര്യം ചേർത്ത് പറഞ്ഞത്, കുടുംബജീവിതത്തിലാണ് ഇസ്രയേലിനെ മക്കളെ വളർത്താനുള്ള ആലോചന കൊടുത്തത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജനനം മുതൽ തൻ്റെ പ്രവൃത്തി വരെയുള്ള സമയത്ത് ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടവനാണ്. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. നമ്മുടെ കർത്താവ് മാത്രമേ മനുഷ്യനായി ജനിച്ച് ന്യായപ്രമാണം നിവർത്തിച്ചുള്ളൂ. എന്തുകൊണ്ട് നിവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, തനിക്ക് പാപമില്ലായിരുന്നു. പാപമില്ലാത്തവന് മാത്രമാണ് ന്യായപ്രമാണം. അപ്പോൾ നാം ന്യായപ്രമാണം നിവർത്തിക്കാൻ സാധിക്കുമോ? സാധിക്കും. നമ്മുടെ പാപങ്ങൾ മോചിച്ച് ക്രിസ്തു തന്നിരിക്കിയാൽ ക്രിസ്തുവിനെ അനുസരിക്കുമ്പോഴെല്ലാം നാം ന്യായപ്രമാണത്തെ നിവർത്തിച്ച് വരികയാണ്. അങ്ങനെ നാം ക്രിസ്തുവിലൂടെ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം നാം ഇനി ന്യായപ്രമാണത്തെ അല്ല അനുസരിക്കുന്നത് 5:16 പറഞ്ഞു, ന്യായപ്രമാണത്തെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിങ്ങൾ ന്യായപ്രമാണത്തെ അനുസരിച്ച് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് ജഡത്തിൻ്റെ മോഹങ്ങളെ നിങ്ങൾ ജയിക്കും. അവിടെ പറഞ്ഞ കാര്യം വീണ്ടും 18 പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ന്യായപ്രമാണം ഒരു വീണ്ടും ജനിക്കപ്പെട്ട ദൈവഭക്തിയെ ന്യായപ്രമാണം ഒരു കാരണവശാലും വിധിക്കുകയില്ല.
കാരണം കൊല ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളസത്യം ചെയ്യുന്നില്ല, അന്യദൈവത്തെ സേവിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, മോഹിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് ആ ഒരു വിശ്വാസി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട ദൈവമകനെ ന്യായപ്രമാണപ്രകാരം വിധിക്കേണ്ട ഒരു കാര്യവുമില്ല. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആത്മാവിനെയാണ് ഇനിയിപ്പോൾ അനുസരിച്ച് നടക്കുന്നത്, ന്യായപ്രമാണത്തെ അല്ല. ന്യായപ്രമാണത്തിലെ പ്രവൃത്തിയെല്ലാം യേശുക്രിസ്തു തികച്ചപ്പോൾ നാം ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ, ഇവിടെ ക്രിസ്തുവിനെ അനുസരിക്കുന്നൊരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ അവൻ നടന്നതും വളർന്നു. ഞാനതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ആത്മാവിനാലായിരുന്നു, തൻ്റെ വളർച്ച ആത്മാവിനാലായിരുന്നു, താൻ സ്നാനപ്പെട്ടപ്പോൾ ആത്മാവ് അവിടെ സാന്നിധ്യം വന്നു, തൻ്റെ പ്രവൃത്തികളെല്ലാം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ആത്മാവിനായിരുന്നു, തൻ്റെ ക്രൂശ് മരണം ആത്മാവിനാലായിരുന്നു, തൻ്റെ പുനരുദ്ധാനം ആത്മാവിനാലായിരുന്നു. തൻ്റെ മനുഷ്യത്വത്തിൽ ആത്മപൂർണ്ണതയിലാണ് എല്ലാം ചെയ്തത്. ഇത് തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ബാധകമാണ്. അന്യഭാഷ പറയുന്ന ആത്മാവിൻ്റെ കാര്യമല്ല, ഇത് ജീവിതത്തിൽ അനുസരണം കാണിക്കുക, ആത്മാവിനെ വചനവും ആത്മാവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും വചനം അനുസരിക്കുന്ന ആത്മാവിനെ അനുസരിക്കുന്നവൻ മാത്രമേ വചനം അനുസരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ദൈവജനം വളരെ ശ്രദ്ധിക്കണം. ഞാൻ എന്തിനാണ് ഈ മനുഷ്യൻ്റെ പാഠം പറഞ്ഞത്? ഇതൊന്നുമല്ല, എൻ്റെ പാഠങ്ങൾ വേറെയുണ്ട്. പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ള വ്യവസ്ഥ ഇപ്പോഴുണ്ട്. കാരണം നാം പാപം മോചിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവരുടെ കാര്യമാണ്. ദൈവനാമം ഇതിൽ മഹത്വപ്പെടുത്ത തുടർപാഠങ്ങളിൽ ബാക്കി കാര്യം പറയുന്നതാണ്. ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ.